யாராவது உன் பையன் என்ன சாதிச்சான்னு கேட்டா நான் என்ன சொல்றது? ஆன்சர் மீ. அம்மா, ஒரு நாள் வரும் உன் பையன் என்ன சாதிச்சாங்கிறத ஊரே வந்து உங்ககிட்ட சொல்லு. ഒരു കഥ കേട്ടിട്ട് കുറച്ച് നാളായി. നല്ല മൂഡ് പറ വച്ചാ. ഹലോ ഫ്രണ്ട്സ്, അടുത്ത ശിവമയം വീഡിയോ ആണ് ചെയ്യാൻ പോണത്. എന്റെ നമ്പറായി എനിക്കുള്ളത് മേടിച്ചിട്ട് വരാം. കണ്ടറിയണം കോശി, നിനക്കെന്താ സംഭവിക്കാതെ? ശിവമയം എന്ന് പറയപ്പം ശിവൻ ഭയങ്കര ഡേഞ്ചർ ആളാണ്, ഭയങ്കര പവർഫുൾ ആളാണ്. ഈ അറിവ് എവിടുന്ന് കിട്ടി? പത്രത്തിൽ നിന്ന് അടിച്ചു മാറ്റിയതാ. എടാ ചൂടാവല്ലേട്ടാ ഇങ്ങനെ. എടാ ചൂടാവണല്ല, എന്റെ ടോൺ ഇങ്ങനെ. ഇവൻ പറയുന്നത് വിശ്വസിക്കരുത്. ഇവൻ ഭക്ഷണം കഴിക്കാനും കള്ളം പറയാനും മാത്രമാണ് വാ തുറക്കുന്നത്. ദൈവങ്ങളിൽ തന്നെ ഇപ്പൊ പോപ്പുലറിൽ ഫാൻസ് കൂടിയ ഒരു സൈസ് ദൈവമാണ് ശിവ. ഈ ഫാൻസിന്റെ ഒരു കാര്യം ഞാൻ ആരോ ഏട്ടാ ശിവൻ എന്ന് പറയുന്ന ആള്. പക്ഷെ പുള്ളിക്കാരൻ ശിവൻ എന്ന് പറഞ്ഞ അടിപൊളി ആളാണ്. നീ എങ്ങനെ സുഖിപ്പിച്ച് പുകഴ്ത്തി എന്നെ സോപ്പിടൊന്നും വേണ്ട, അതൊക്കെ എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഭയങ്കര ഡേഞ്ചറാണ്, ഭയങ്കര പവർഫുൾ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ദേഷ്യമൊക്കെയാണ്. അവനെ എന്റെ കയ്യിലേക്ക് കിട്ടിയ പെട്രോൾ ഒഴിച്ച് കത്തിച്ച ചാരോടുത്തിയ പല്ല് കഴിച്ചളേ. പക്ഷെ പുള്ളിക്കാരന്റെ ദേഷ്യമൊക്കെ ഭദ്രാളിന്റെ മുമ്പ് കണ്ടു കഴിഞ്ഞാൽ പുള്ളിക്കാരന്റെ ദേഷ്യമൊക്കെ അവിടെ കുറയാണ്. എന്റെ കൺമുമ്പിന്ന് പോടാ. കഷ്ടം. ഭദ്രാളിനെ ഭയങ്കര പേടിയാണ് കേട്ടോ. ഭദ്രാളി വന്നു കഴിഞ്ഞാൽ തന്നെ ശിവ അനങ്ങാതെ കമന്ന് കിടന്നു കൊടുക്കും. ഭദ്രാളി വന്നു കഴിഞ്ഞാൽ തന്നെ ശിവ അനങ്ങാതെ കമന്ന് കിടന്നു കൊടുക്കും. ഭയങ്കരമായ ആള്. അതാണ് ശിവന്റെ മെത്തേഡ്. അതിന്റെ മെത്തേഡ് എന്തിനാണ് അതിന്റെ ഒരു കഥയുണ്ട്. അതിനെ പറ്റിയൊക്കെ അറിയണം. എന്നിട്ടാണ് അടുത്ത ഒരു വീഡിയോയിലൊക്കെ വരാൻ. കള്ളപ്പന്നി. ഞാൻ പോകുന്നു. ബൈ ബൈ. ഇനി ഒരു തീരുമാനം എടുക്കേണ്ടത് നിങ്ങളാ, പറഞ്ഞെന്ന് മാത്രം. എന്നാ പിന്നെ ഞങ്ങൾ ഇറങ്ങട്ടെ. നമസ്കാരം കേട്ടോ.